പക്ഷേ ആദ്യ സിനിമയിൽ തന്നെ ഫഹദിൻ്റെ വൈഫായിട്ടാണ്. അപ്പോൾ ടെൻഷൻ ഉണ്ടായിരുന്നു. എങ്ങനെയായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? ടെൻഷൻ ആയിരുന്നില്ല. എന്താ ടെൻഷൻ അല്ലാന്നും പറയാൻ പറ്റില്ല. കാരണം ഭയങ്കര എന്താ സാറ് തന്നെ ലാൽജോ സാർ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു, അവസാന നിമിഷം നീ അഭിനയിച്ച് തുടങ്ങിയിട്ട് മറ്റുള്ളവരടുത്ത് നീ അഭിനയിക്കുന്നു എന്ന് പറഞ്ഞാൽ മതി. കാരണം സിനിമയാണ്, അവസാന നിമിഷം വരെ എന്തും സംഭവിക്കാം. അവസാന നിമിഷത്തിൽ ചിലപ്പം ക്യാരക്ടർ ആൾക്കാർ മാറ്റിക്കളയും. സോ അതുവരെ നീ അഭിനയിക്കുന്നു എന്നൊന്നും ആരോടൊന്നും പറയണ്ട എന്നാണ് പറഞ്ഞിരുന്നത്. കാരണം സിനിമയിൽ സംഭവിക്കുന്നതിനെ പറ്റി ആർക്കും ഒന്നും പ്രെഡിക്റ്റബിൾ അല്ല. അപ്പം അവസാന നിമിഷം വരെയും പേടിയായിരുന്നു, ഇനി ഞാൻ തന്നെയാണോ എന്നുള്ളത്. ദുബായിൽ ചെന്ന് കഴിഞ്ഞതിന് ശേഷവും പേടിയായിരുന്നു. കാരണം ലാൽജോ സാറിന് മാത്രമേ എന്നെ അറിയത്തുള്ളൂ, വേറെ ഒറ്റ മനുഷ്യർ എന്നെ കണ്ടിട്ടില്ല. സ്ക്രിപ്റ്റ് റൈറ്ററിന് അറിഞ്ഞൂടാ, ഫഹദിന് അറിഞ്ഞൂടാ, പ്രൊഡ്യൂസറിന് അറിഞ്ഞൂടാ, ആർക്കും അറിയത്തില്ലായിരുന്നു. സോ സാർ തന്നെ പറയും, നിന്നെ അവിടെ എൻ്റെ ഒരു വിശ്വാസത്തിലാണ് ഞാൻ കൊണ്ടുപോകുന്നത്, ആ ക്യാരക്ടർ നിനക്ക് ചെയ്യാൻ പറ്റുമെന്ന്. അവിടെ ചെന്നിട്ട് ഇപ്പം സ്ക്രിപ്റ്റ് റൈറ്റർ ഉണ്ടാവാം, ഇക്ബാൽ കുറ്റിപ്പുറം സാർ ഉണ്ടാവാം. അപ്പോൾ അവർ നീ ചെയ്യുന്നത് കാണുമ്പോൾ അയ്യോ എൻ്റെ ക്യാരക്ടർ ഇങ്ങനെ അല്ല എന്ന് പറഞ്ഞാൽ ഞാൻ ആകെ വെട്ടിലാവും. സോ നീ അതുകൊണ്ട് നല്ലോണം ചെയ്യണം, അങ്ങനെ ഒരു പേടി എനിക്ക് തോന്നുന്നു ലാൽ സാറിനും ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ചെന്നപ്പോഴും ഞാൻ അഭിനയിക്കാൻ പോകണമെന്നൊരു കോൺഫിഡൻസ് എനിക്കില്ല. പക്ഷേ ഫസ്റ്റ് സീൻ കഴിഞ്ഞു, എല്ലാവരും വന്ന് ഷെയ്ക്കാൻഡ് തന്നു. കാരണം എസ്കലേറ്റർ ഇറങ്ങി വരുന്നൊരു സീനുണ്ട്, ഞാൻ ആ സിനിമയിൽ ദുബായിൽ എത്തുന്ന സീനുണ്ട്, അതാണ് എൻ്റെ സിനിമയിലെ ഫസ്റ്റ് സീൻ. അത് കഴിഞ്ഞ് വന്നപ്പോഴേക്കും എല്ലാവരും വന്ന് ഷെയ്ക്കാൻഡ് തന്നു. അപ്പോഴാണ് ഓക്കെ ഞാൻ ഡയമണ്ട് നെക്ലേസിൽ അഭിനയിക്കുന്നു എന്ന് തീരുമാനിച്ചത്.